നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലെ പുരാതന ആയുധങ്ങളെക്കുറിച്ചാണ്. ആയോധന കലാ ചരിത്രത്തെക്കുറിച്ചാണ്. പലപ്പോഴും അവഗണിക്കപ്പെടുന്ന പുരാതന ഇന്ത്യൻ ആയോധന കലകൾക്ക് സമ്പന്നവും സങ്കീർണവുമായ ഒരു ചരിത്രമുണ്ട്. ഈ പാരമ്പര്യങ്ങളിലൂടെ ഉള്ള ഒരു യാത്ര ഇന്ത്യയിലെ ആയുധങ്ങളുടെയും പോരാട്ടത്തിൻ്റെയും ആകർഷകമായ പരിണാമത്തെ നമുക്ക് ഒന്ന് മനസ്സിലാക്കി തരും. ചരിത്രവും ഇതിഹാസവും ഇഴചേർന്ന് പുരാതന യുദ്ധങ്ങളെ രൂപപ്പെടുത്തിയ ശക്തിയായ ഉപകരണങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ലോകത്തിലേക്ക് നമുക്കൊന്ന് ചുവടുവയ്ക്കാം. ക്ഷേത്രശിലകൾ വളരെ കാലം മുമ്പ് സമ്പന്നമായ പാരമ്പര്യങ്ങളുടെ നാട്ടിൽ യോദ്ധാക്കൾ അവരുടെ ധീരമായ കഥകൾ ക്ഷേത്ര ശിലകളിൽ എക്കാലത്തേക്കും വേണ്ടി കുത്തിവെച്ചു. പുരാതന ഗ്രന്ഥങ്ങൾ, ലോലമായ പത്രികകളിൽ എഴുതിയ പുരാതന ഗ്രന്ഥങ്ങളിൽ ശക്തിയേറിയ ആയുധങ്ങളുടെയും അവ ധരിച്ച യോദ്ധാക്കളുടെയും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. മഹാഭാരത കാലഘട്ടം. ഐതിഹാസിക മഹാഭാരത കാലഘട്ടത്തിലെ ശക്തരായ യോദ്ധാക്കൾ നാടകീയമായ ആകാശ വിധാനത്തിന് കീഴിൽ ഇതിഹാസ യുദ്ധങ്ങൾക്ക് തയ്യാറായി. അവരുടെ രഥങ്ങളും അമ്പുകളും തയ്യാറായി നിലനിന്നിരുന്നു. ആദ്യ യുദ്ധ ഉപകരണം യുദ്ധത്തിൻ്റെ ആദ്യ ഉപകരണങ്ങളിലൊന്ന് വളരെ ശക്തമായ കല്ല് ആയിരുന്നു. കല്ല് മഴു ആയിരുന്നു. കുന്തം യുദ്ധത്തിൽ ആയുധമായി. പിന്നീട് കുന്തമാണ് വന്നത്. മൂർച്ചയുള്ള മുനയുള്ള ഒരു നീണ്ട വടി. പടയാളികൾ ഒരുമിച്ച് നിന്ന് കുന്തങ്ങൾ കൊണ്ട് ഒരു മതിൽ തീർക്കുകയാണ് പടക്കളത്തിൽ ചെയ്യുന്നത്. അമ്പും വില്ലിൻ്റെ രംഗപ്രവേശം. തുടർന്ന് അമ്പും വില്ലുമാണ് യുദ്ധത്തിലേക്ക് ആഗതമായത്. അത് യോദ്ധാക്കളെ ദൂരെ നിന്ന് വെടിവയ്ക്കാൻ അനുവദിച്ചു. അമ്പുകൾ പക്ഷിയെപ്പോലെ ആകാശ വിധാനത്തിലൂടെ പറന്നു നടന്നു. വേദ യുദ്ധക്കളങ്ങളിൽ പൊടി നിറഞ്ഞ വായുവിലേക്ക് വില്ലാളികൾ അഗ്നിജ്വാലയുള്ള അമ്പുകൾ എറിയുമ്പോൾ അവരുടെ രഥങ്ങൾ മിന്നൽ പോലെ ഓടി നടന്നു. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന രഥങ്ങൾ. പുരാതന ഈജിപ്തിൽ പടയാളികൾ വേഗതയേറിയ കുതിരകൾ വലിക്കുന്ന രഥങ്ങളിൽ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് യുദ്ധം നടത്തി. അഗ്നിചക്രവും തെറ്റാലികളും. യുദ്ധത്തിൻ്റെ ഹൃദയത്തിൽ പ്രഹരിക്കാൻ തയ്യാറായി ശുദ്ധമായ ശക്തി ഉൾക്കൊണ്ട ആഗ്നേയ ചക്രം ഒരു സ്വർണ്ണ തിളക്കത്തോടെ വായുവിലൂടെ ഭ്രമണം ചെയ്തു. വലിയ പാറകൾ ചുരുട്ടിയ കൂറ്റൻ തേറ്റാലികൾ സൈനിക കോട്ടകൾക്ക് നേരെ നാശം വിതച്ചു. ധരണിവാൾ. മനോഹരമായ വിളവുകളും അലങ്കരിച്ച രൂപകൽപ്പനകളുമുള്ള ശക്തമായ ധരണിയ വാൾ പുരാതന കരകൗശല വൈദഗ്ധ്യത്തിൻ്റെ യഥാർത്ഥ മാസ്റ്റർ പീസായിരുന്നു എന്ന് പറയാം. പടയാളി ആന. അതിശക്തനും ഭീമാകാരനുമായ ഒരു പടയാളി ആന ശത്രുക്കളെ ചിതറിച്ചു കളയാൻ യുദ്ധത്തിലേക്ക് പാഞ്ഞെടുക്കുന്നത് ഒന്ന് സങ്കല്പിക്കൂ. അതൊരു ഭീകര അനുഭവം തന്നെയായിരുന്നു. ഗുരുകുല അഭ്യസനം. പ്രഭാത സൂര്യന് കീഴെ തങ്ങളുടെ ജ്ഞാനിയായ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം യുവവിദ്യാർത്ഥികൾ പോലും ഗുരുകുലത്തിൽ അമ്പെയ്ത്തും ആയുധ പരിശീലനവും അഭ്യസിച്ചു. മുഗൾ യോദ്ധാക്കൾ. നൂറ്റാണ്ടുകൾക്കു ശേഷം മുഗൾ യോദ്ധാക്കൾ അവരുടെ ഗാംഭീര്യമുള്ള കവചത്തിൽ
ശക്തിയുടെയും കൃപയുടെയും പ്രതീകമായ ശക്തമായ ഗണ്ഡവാൾ പ്രയോഗിച്ചു തുടങ്ങി. കട്ടാർ ഖടാര വേറിട്ട ആകൃതിയിലുള്ള പിടിയും മൂർച്ചയുള്ള ബ്ലേഡും ഉള്ള കാട്ടാർ എന്ന ഖട്ടാര യുദ്ധങ്ങളിൽ അവിശ്വസനീയമായ കൃത്യതയുള്ള ഒരു ആയുധമായി തീർന്നു. മറാഠ യോദ്ധാക്കൾ ഉഗ്രരും ചടുലരുമായി കുന്നിൻ കോട്ടകൾ കയറിയിറങ്ങി. വാളുകളും പരിചകളും ധരിച്ച തയ്യാറായി സമർത്ഥമായ ഗൊറില്ല യുദ്ധങ്ങൾ അവർ ഉപയോഗിച്ചു. വജ്രമുഷ്ടി യുദ്ധം. വജ്രമുഷ്ടി പോരാളികൾ തീവ്രമായ കൈകൾ കൊണ്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടു. അവരുടെ കൈകളിലെ ലോഹ കവച ആയുധങ്ങൾ ശക്തമായ ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടി. കേരള കളരിപ്പയറ്റ്. കേരളത്തിൽ കളരിപ്പയറ്റ് മാസ്റ്റേഴ്സ് അശ്രാന്ത പരിശീലന ഗോത്തുകളിൽ വാൾ പോരാട്ടങ്ങൾ നടത്തി. അവരുടെ ചലനങ്ങൾ വേഗത്തിലും കൃത്യതയും ആയിരുന്നു. കളരിപ്പയറ്റിൻ്റെ വേദി പ്രകടനങ്ങളിൽ ജ്വലിക്കുന്ന ആയുധങ്ങൾ, ആകർഷിക്കുന്ന കാഴ്ചക്കാർ എന്നിവയിൽ മാസ്മരികമായ ജ്വാലകൾ ഉയർത്തുന്നു. അങ്ങനെ പുരാതന യുദ്ധങ്ങളെ ജീവസുറ്റതാക്കി മാറ്റുന്നു. സിഖ് യുദ്ധമുറ. സിഖ് യോദ്ധാക്കൾ ഗഡ്ഖ എന്ന ഊർജ്ജസ്വലമായ ആയോധനകല പരിശീലിച്ചു. അവിശ്വസനീയമായ വേഗതയിലും വൈദഗ്ധ്യവും ഉപയോഗിച്ച് വടികളും വാളുകളും കറക്കി യുദ്ധമുറ ആയിരുന്നു ഗഡ്ഖ എന്നത്. മണിപ്പൂരി താങ്ത. മണിപ്പൂരിൽ താങ്ത ആയോധന കലകൾ മനോഹരമായി ശക്തിയോടെ മുന്നേറി. സ്വർണ്ണ സൂര്യാസ്തമയത്തിൻ്റെ കീഴിൽ പായുന്ന കുന്തങ്ങളും ഉയർത്തിയ പരിചകളും തിളങ്ങി. പുരാതന ഇന്ത്യൻ ആയോധന പരിശീലനം ഇന്നും തുടരുന്നു. ഇന്നും ആയോധന കലകളിൽ ഈ പുരാതന ഇന്ത്യൻ ആയുധങ്ങൾ പരിശീലിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. അവയുടെ ശക്തമായ പാരമ്പര്യങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തുന്നു. ലോകമെമ്പാടും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ പുരാതന സാങ്കേതിക വിദ്യകൾ പഠിച്ച് ഇന്ത്യൻ യുദ്ധത്തിൻ്റെ സമ്പന്നമായ ചരിത്രം പങ്കിടുന്നു. ഈ പുരാതന ആയുധങ്ങളുടെ പാരമ്പര്യം കഴിഞ്ഞ കാലങ്ങളുടെ ജ്ഞാനവും ശക്തിയും കൊണ്ട് തിളക്കത്തോടെ നിലനിൽക്കുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. താങ്ക് യു.